ഇഷ്ടപ്പെട്ടപ്പോൾ ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഡാർവിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സബ്ജക്റ്റ് നല്ലതായിട്ടുണ്ട്. ജിനു ഒക്കെ പറയുന്നത് അവർ ഗ്യാങ്ങിനോട് ഇഷ്ടവും സ്നേഹവും കൊണ്ടാണ് ചെയ്തത്. നല്ല രസമല്ലേ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. നമുക്ക് സ്പോയിലേഴ്സ് ഉള്ള കാരണം കൂടുതൽ പറയാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റോളാണ്. അതായത് അശ്വതിയുടെ മുഖത്ത് വരുന്ന പേടിയിലൂടെയും പല സംശയങ്ങളിലൂടെയൊക്കെയാണ് കഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് സ്ക്രിപ്റ്റ് ലെവലിൽ തന്നെ മനസ്സിലായിരുന്നു. അതൊക്കെ അതൊക്കെ ആദ്യം തന്നെ എന്നോട് പറഞ്ഞു. ഇത്രയും 2 സംഭവങ്ങൾ അതൊക്കെ എന്ന് പറയുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 സംഭവം നടക്കുമ്പോഴും അത് പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് ഉഗ്ര സംഭവം, വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവമല്ലേ. നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് ഫസ്റ്റ് ഹാഫ് വരണം സെക്കൻഡ് ഹാഫ് വരണം എന്ന് പറയുന്ന സംഭവം തമ്മിലുള്ള ആ വ്യത്യാസം കാണിക്കുന്നുണ്ട് അതിൽ ശരിക്കും അല്ലേ. അത് നന്നായി ചിത്രീകരിച്ച് നല്ല ആറാറ് നല്ല ടെക്നിക്സ് എനിക്ക് വളരെ ഇഷ്ടമായി. 2 ഗെറ്റപ്പുകൾ എങ്ങനെയാണ്? അതിനധികം സമയം എടുത്തോ? ഇല്ലില്ല, എനിക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എടുത്തു. ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്തു. നല്ല സിനിമയുടെ ഭാഗമായ സന്തോഷമുണ്ടല്ലോ. വളരെ സന്തോഷമാണ്. അതിൽ ഒരുപാട് സീൻ എന്താണ് ഇപ്പം നമ്മളൊക്കെ ആദ്യം ചെയ്യുമ്പോഴും ചെറിയ വേഷമാണെങ്കിലും വലിയ വേഷമാണെങ്കിലും അതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷം. നിങ്ങൾ പ്രാധാന്യമുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല, സിനിമ കൊണ്ട് കാണുക എന്നുള്ളത് വേറെ ഒന്നുമില്ല. നമ്മൾ സിനിമ സാർ ഇതിൻ്റെ മെയിൻ സിനിമ കണ്ടു സംവിധായകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് ക്ലാസിക് ക്രൈം സിനിമകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ടച്ചും ലുക്കും ഒക്കെ അന്വേഷണം കണ്ടെത്താനുള്ള പോലെ ഫീൽ ചെയ്തു. അതിൻ്റെ ആറാറൊക്കെ നമ്മൾ ശരിക്കും എടുത്ത് പറയേണ്ടതാണ്. ഒരു രീതിയിൽ നമ്മൾ കേട്ട് ശീലിച്ചിട്ടില്ലാത്ത പാരമ്പര്യ കാഴ്ചശീലങ്ങളൊക്കെ കുറച്ച് മാറ്റുന്നതാണ് അന്വേഷണ കണ്ടത്തിൻ്റെ എഫേർട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിർമ്മിതി വരെ അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറച്ചധികം കൂടി സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു എഫേർട്ടല്ലേ ഈ സിനിമ? അല്ല, ഡാർവിൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു കൺവെൻഷൻ സിനിമ പാറ്റേൺ ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് ഒരു സിനിമ ഒരു ക്രൈം ഉണ്ടാവുന്നു, അത് അന്വേഷിക്കുന്നു, അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി തീരുന്നു. പക്ഷേ ഇത് അങ്ങനെ അല്ലാത്തൊരു പാറ്റേണിലേക്ക് ഫിലിം മേക്കിംഗ് ഡാർവിനും ജീനുവും കൂടി തീരുമാനിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഈ സിനിമയുടെ മെറിറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ കണ്ട് ശീലിച്ച ഒരു പാറ്റേൺ ഈ സിനിമയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ല. കാരണം ഇതേ ജോണറിലുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമ എങ്ങനെയാണ് ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് അത് അതിൻ്റെ മേക്കേഴ്സ് ആലോചിച്ചിട്ടുണ്ട്. വളരെ ഒരു ഓവർ അറഗൻ്റോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ചടുലമായ ടൈപ്പല്ല. അത് സബ്റ്റിലും വളരെ ഒരു പേസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഉള്ളതാണ് ആൾക്കാർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവനൊരു പോലീസ് വേഷത്തിൽ ജീവിക്കാനെന്ന് തോന്നി. പിന്നെ അതിന് അസ്ത്രമായിട്ട്, അതായത് ഒരു ഫൈറ്റ് പോലും ഇല്ലാതെ ഒരു അന്വേഷണ സിനിമ എന്ന് പറയുന്നത് അത് ഇത്രയും എൻഗേജായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുന്നത് വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ മേക്ക് ചെയ്യും. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു?